മെത്രാൻകായലും കടമക്കുടിയിലെ വയലും നികത്താനുള്ള വിവാദ ഉത്തരവുകൾ സർക്കാർ പിൻവലിച്ചു. നിലവിലെ നിയമമനുസരിച്ച് രണ്ടിടത്തും അംഗീകരിച്ച പദ്ധതികൾ നടപ്പാക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഉത്തരവ് പിൻവലിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റ് ചെയ്തുവെന്ന ബോധ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അതിനകത്ത് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക അനുമതി അതും നെൽവയലിൻ്റെ കാര്യത്തിലും തണ്ണീർത്തടത്തിൻ്റെ കാര്യത്തിലും വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ട് വ്യവസ്ഥയ്ക്കും വിധേയമായി എന്ന് പറഞ്ഞാൽ ഇതിലെ വ്യവസ്ഥകൾ പാലിച്ച് മാത്രമേ ഏതെങ്കിലും ഒരു നടപടിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കൂ. എങ്കിലും ഇങ്ങനൊരു വിവാദമൊക്കെ വന്നു, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നടപ്പാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എതിർപ്പുണ്ടോ? ഇതാ മാറ്റിയിരിക്കുന്നു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിവാദ ഉത്തരവുകൾ പിൻവലിക്കാൻ തീരുമാനിച്ചത്. മെത്രാൻകായലിൽ 378 ഏക്കറും കടമക്കുടിയിൽ 47 ഏക്കറും നികത്തി ടൂറിസം പദ്ധതിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുമാണ് സർക്കാർ അംഗീകാരം നൽകിയിരുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 അനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. ഇക്കാര്യം കണക്കിലെടുക്കാതെ നിലം നികത്താൻ മന്ത്രിസഭ എന്തിന് അംഗീകാരം നൽകിയത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. റക്കിൻഡോ ഡെവലപ്പേഴ്സ് ലിമിറ്റഡിന് നിലം നികത്താൻ അനുമതി നൽകിയത് വൻ വിവാദമാവുകയും തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തത് സർക്കാരിന് വൻ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൊള്ളസംഘമായി മാറിയതായി പിണറായി വിജയൻ. പോകുന്ന പോക്കിന് എല്ലാ വഴിയിലൂടെയും കിട്ടാവുന്നതെല്ലാം നേടുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും പിണറായി പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്ന പോക്കിൽ സംസ്ഥാനത്ത് കായലും ഭൂമിയും കാടും ഒക്കെ ഇഷ്ടക്കാർക്കും സാമുദായിക സംഘടനകൾക്കും തീരെഴുതി നൽകുകയാണെന്ന് VS അച്യുതാനന്ദൻ ആരോപിച്ചു. ഉത്തരവ് പിൻവലിച്ചത് ഉചിതമായ തീരുമാനമെന്ന് VM സുധീരനും പ്രതികരിച്ചു. വിവാദമായ തീരുമാനമെടുക്കാതെ UDF-നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രദ്ധിക്കണമെന്നും സുധീരൻ പറഞ്ഞു. അപ്പോൾ തങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു കൊള്ളസംഘമായി മാറിയ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായാണ് എല്ലാ വഴിയിലും കൂടെ കിട്ടാവുന്നതെല്ലാം സമ്പാദിക്കുക എന്ന നിലപാട് വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നിയമവിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കോടതിക്ക് പോലും ഇതിൽ ഇടപെടേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തോട് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാതിരിക്കണം. ഇനി ഒരിക്കലും കേരളത്തെ കൊള്ളയടിക്കാൻ അവസരം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ഉമ്മൻചാണ്ടിയും കൂട്ടരും അവസാനത്തെ പോക്കിൽ കടും വെട്ടുവെട്ടുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ കണ്ണായ പല പ്രദേശങ്ങളും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇഷ്ടക്കാർക്ക് പതിച്ചു നൽകി കേരളത്തിൻ്റെ തല തന്നെ വെട്ടി ഇരിക്കുന്നത്. ഇവിടെയാകട്ടെ സമ്പന്നന്മാരും വലിയ ആസ്തിയുള്ളവരുമായ ആളുകൾക്കും സംഘടനകൾക്കുമാണ് ഭൂമി അനധികൃതമായി നൽകിയിരിക്കുന്നത്. പിൻവലിക്കാനുള്ള ആ ഒരു നടപടി ഏറ്റവും ഉചിതമായി ഏത് തീരുമാനമെടുക്കുമ്പോഴും അത് കുറേ കൂടി ജാഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി വിവാദപരമായ തലങ്ങളിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രത്യേകമായി ഗവൺമെൻറ് ശ്രദ്ധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ വരരുത് എന്നുള്ളത് കൊണ്ടാണല്ലോ KPCC ഇടപെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് SNDPക്ക് റവന്യൂ മന്ത്രി അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിൽ സർക്കാർ ഭൂമി സൗജന്യമായി പതിച്ചു നൽകി. ക്രിസ്ത്യൻ സഭകൾക്കും NSSനും ഉൾപ്പെടെ 18 ഏക്കർ 58 സെന്റാണ് പതിച്ചു നൽകിയത്. ഭൂമി പതിച്ചു കൊടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറക്കിയ ഉത്തരവുകളുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. SNDPയോടും വെള്ളാപ്പള്ളിയോടും ഒരു തെരഞ്ഞെടുപ്പ് ധാരണയുമില്ലെന്നാണ് KPCCയുടെ പരസ്യ നിലപാട്. എന്നാൽ വസ്തുതകൾ അങ്ങനെയല്ല. കോന്നിയിൽ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ 2 SNDP ശാഖകൾക്കായി 1 ഏക്കറിലധികം ഭൂമി കഴിഞ്ഞ വെള്ളിയാഴ്ച പതിച്ചു നൽകി. 1421 നമ്പർ ശാഖയ്ക്ക് 1 ഏക്കർ 1 സെന്റും 1182 നമ്പർ ശാഖയ്ക്ക് 4.5 സെന്റും സർക്കാർ ഭൂമിയാണ് സൗജന്യമായി പതിച്ചു നൽകിയത്. മറ്റ് സമുദായ സംഘടനകൾക്കും വ്യാപകമായി ഭൂമി പതിച്ചു നൽകി. കറുമ്പുങ്കര NSS കരയോഗത്തിന് 9.5 സെന്റ്, കത്തോലിക്ക സഭ പത്തനംതിട്ട ഭദ്രാസനത്തിന് തണ്ണിത്തോട് വില്ലേജിൽ 4 ഏക്കർ 10 സെന്റ്, തണ്ണിത്തോട് സെന്റ് ആന്റണീസ് ഓർത്തഡോക്സ് പള്ളിക്ക് 3 ഏക്കർ 17 സെന്റ്, കരിമാൻതോട് മലങ്കര കത്തോലിക്ക പള്ളിക്ക് 1 ഏക്കർ, മണ്ണീര മലങ്കര കത്തോലിക്ക പള്ളിക്ക് 1 ഏക്കർ,
സെന്റ് തോമസ് സ്കൂളിന് 26 സെന്റ്. ഇങ്ങനെ നീളുന്നു സമുദായ സംഘടനകൾക്ക് പതിച്ചു നൽകിയ ഭൂമിയുടെ പട്ടിക. ഭൂപതിവ് ചട്ടങ്ങളിലെ 24-ാം ചട്ടം നൽകുന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഭൂമി നൽകിയതെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് കഴിഞ്ഞ വെള്ളിയാഴ്ച റവന്യൂ വകുപ്പിന് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയാണ് ഉത്തരവിറക്കിയത്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാരിന് പാർലമെന്റിൽ തിരിച്ചടി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി രാജ്യസഭ വോട്ടിനിട്ട് പാസാക്കി. നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച പ്രധാനമന്ത്രി നടത്തിയതിന് പിന്നാലെയാണ് പ്രതിപക്ഷ ഭേദഗതി പാസായത്. JNU രോഹിത് വെമുല വിഷയങ്ങളിൽ മറുപടി പറയാതെ നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയതും രാജ്യസഭയിലേറെ പ്രതിഷേധത്തിനിടയാക്കി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നിബന്ധനകൾ കൊണ്ടുവന്ന ഹരിയാന, രാജസ്ഥാൻ സർക്കാരുകളുടെ നടപടി ശരിയല്ലെന്ന പരാമർശം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു ഭേദഗതി. കേന്ദ്ര സർക്കാർ ശക്തമായി എതിർത്തെങ്കിലും ഭേദഗതി വോട്ടിനിട്ടു. സഭയിലുണ്ടായിരുന്ന 185 അംഗങ്ങളിൽ 94 പേർ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 61 വോട്ടുകൾ മാത്രമാണ് എതിർത്തുകൊണ്ട് ലഭിച്ചത്. ഇത് രണ്ടാം തവണയാണ് കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി രാജ്യസഭ വോട്ടിനിട്ട് അംഗീകരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറഞ്ഞ് പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ഭേദഗതി പാസ്സായതും. പ്രസംഗത്തിൽ JNU രോഹിത് വെമുല വിഷയങ്ങളിൽ മോദി മൗനം പാലിച്ചു. ഇക്കാര്യങ്ങളിൽ മോദി നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സർക്കാർ പദ്ധതികളെക്കുറിച്ച് മാത്രം പറയുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത്. ഇതും രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ വിവാദത്തിൽ. സൈനികരെക്കാൾ ധൈര്യശാലികൾ വ്യാപാരികളാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഴയ പ്രസംഗം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് മറുപടി പറയാനാകാതെ BJP നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുന്നത്. സൈനികരെ ഉദാഹരിച്ച് ദേശീയതാ പ്രസംഗം നടത്താൻ BJPക്കാർക്ക് അർഹതയില്ല എന്നാണ് മോദിയുടെ പഴയ പ്രസംഗം ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ നിറയുന്ന വിമർശനം. സൈനികരെ അപമാനിച്ച് മോദി മാപ്പ് പറയണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 2014 ഫെബ്രുവരിയിൽ ദില്ലിയിൽ വ്യാപാരി സംഘടനയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരിഞ്ഞുകൊത്തുന്നത്. അന്ന് വ്യാപാരികളെ അകമഴിഞ്ഞ് പ്രശംസിച്ച മോദി സൈനികരെക്കാൾ ധൈര്യശാലികൾ വ്യാപാരികളാണ് എന്ന് പ്രസംഗിച്ചു. सेना में एक जवान जितना साहस करने का ताकत रखता है ना, उससे ज्यादा साहस करने का ताकत व्यापारी रखता है. सेना में एक जवान जितना साहस करने का ताकत रखता है ना, उससे ज्यादा साहस करने का ताकत व्यापारी रखता है. JNU സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയത സജീവ ചർച്ചയായ സാഹചര്യത്തിലാണ് മോഡിയുടെ പഴയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ദേശീയതയെപ്പറ്റിയുള്ള പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും BJP നേതാക്കൾ സൈനികരെ ഉദാഹരിക്കുന്നതാണ് മോഡിയുടെ പഴയ പ്രസംഗം ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. മോഡിയുടെ പ്രസംഗം സൈനികരെ അപമാനിക്കുന്നതാണെന്നും മോഡി മാപ്പ് പറയണമെന്നുമുള്ള ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മദ്യരാജാവ് വിജയ് മല്യ രാജ്യം വിട്ടെന്ന് AG സുപ്രീം കോടതിയെ അറിയിച്ചു. CBIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാണ് സുപ്രീം കോടതിയെ ഇക്കാര്യം അറിയിച്ചത്. വായ്പാ കുടിശ്ശിക വരുത്തിയ വിജയ് മല്യയെ രാജ്യം വിടാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് വിവിധ ബാങ്കുകൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്രം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ MLA-മാർക്ക് പ്രതിഷേധം. സിറ്റിംഗ് സീറ്റുകളിലെ സാധ്യതാ ലിസ്റ്റിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയതിലാണ് പ്രതിഷേധം. ഇരു ഗ്രൂപ്പുകളിലെയും MLA-മാർ വെവ്വേറെ യോഗം ചേർന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി KPCC MLA-മാർ അറിയിക്കും. ഫ്രാൻസിസ് ജോർജ് ചെയർമാനായി പുതിയ കേരള കോൺഗ്രസ് നിലവിൽ വന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. പാർട്ടി രൂപീകരണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ വിളിച്ചു ചേർത്ത കൺവെൻഷനിൽ പ്രമുഖരടക്കം ആയിരങ്ങൾ പങ്കെടുത്തു. മുൻ MPമാരും MLA-മാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും പോഷക സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ വലിയൊരു നേതൃനിര മാതൃസംഘടന വിട്ട് ഫ്രാൻസിസ് ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കാനെത്തിയിരുന്നു. യോഗം ആരംഭിക്കുന്നതിനും ഏറെ മുൻപേ YMCA ഹാൾ നിറഞ്ഞു കവിഞ്ഞു. പുതിയ പാർട്ടിയുടെ ചെയർമാനായി ഫ്രാൻസിസ് ജോർജിനെ യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന പേര് കൺവെൻഷൻ അംഗീകരിച്ചു. 326 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഈ മാസം 16-ന് കോട്ടയം മാമൻമാപ്പിള ഹാളിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ചേരും. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനവികാരം UDF-നെതിരാണ്, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജനവികാരം ഇന്ന് UDF-നെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കാൻ പോകുന്നില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ജനങ്ങൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പം അതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ വലിയ പ്രതിഷേധവും അവമതിപ്പും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഡോക്ടർ KC ജോസഫ്, ആന്റണി രാജു, PC ജോസഫ്, മാത്യു സ്റ്റീഫൻ, വക്കച്ചൻ മറ്റത്തിൽ തുടങ്ങി മാണി ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന ഒട്ടേറെ പ്രമുഖർ പുതിയ പാർട്ടിയുടെ നേതൃനിരയിലുണ്ട്. ഈ മാസം 11 മുതൽ 14 വരെ 14 ജില്ലകളിലും ജില്ലാ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് ജില്ലാ ഘടകങ്ങൾ രൂപീകരിക്കും. സാലി മുഹമ്മദ്. ആർട്ട് ഓഫ് ലിവിംഗ് വേദി നിർമ്മിക്കാൻ ഉപാധികളോടെ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ അനുമതി. നദീതീരം നിരപ്പാക്കി കൃഷിസ്ഥലം നശിപ്പിച്ചതിന് 5 കോടി രൂപയാണ് പിഴയിട്ടത്. ചടങ്ങ് പരിസ്ഥിതിക്ക് നാശം വരുത്തില്ലെന്ന സംഘാടകരുടെ ഉറപ്പ്. അതേസമയം കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. യമുന നദീതീരം നിരപ്പാക്കിയതിനും കൃഷിസ്ഥലം നശിപ്പിച്ചതിനും 5 കോടി രൂപ പിഴയിട്ടാണ് ആർട്ട് ഓഫ് ലിവിംഗ് പരിപാടിയുടെ വേദി നിർമ്മാണത്തിനായി ഹരിത ട്രൈബ്യൂണൽ പച്ചക്കൊടി കാണിച്ചത്. താൽക്കാലിക നിർമ്മിതിയായതിനാൽ അനുമതി നൽകിയതെന്നായിരുന്നു പരിസ്ഥിതി മന്ത്രാലയം ട്രൈബ്യൂണലിനെ അറിയിച്ചത്. വേദി നിർമ്മാണത്തിന് നേരത്തെ ഹരിത ട്രൈബ്യൂണലിന്റെ അനുമതി തേടിയിരുന്നില്ല. പരിപാടിക്ക് അനുമതി നൽകുന്നതിന് പാളിച്ച പറ്റിയ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് 5 ലക്ഷം രൂപയും ഡൽഹി മലിനീകരണ കമ്മിറ്റിക്ക് 1 ലക്ഷം രൂപയും പിഴ വിധിച്ചു. എന്നാൽ സ്ഥലം സന്ദർശിച്ച വിദഗ്ധ സംഘം കൃഷിസ്ഥലം പുനർനിർമ്മിക്കാൻ കുറഞ്ഞത് 200 കോടി രൂപ വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ട് നൽകിയത്. പരിപാടിക്ക് അനുമതി നൽകിയതിൽ യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേന്ദ്ര ജല ഉപവകുപ്പ് നിലപാടറിയിച്ചത്. യമുന നദിക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ സൈന്യത്തെ വിട്ടു നൽകിയത് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കി. സ്വകാര്യ പരിപാടിക്ക് എങ്ങനെ സൈന്യത്തെ വിട്ടു നൽകിയെന്ന് സീതാറാം യെച്ചൂരി ചോദിച്ചു. और ये जगह जहाँ पे की जा रही है, सबको पता है कि जब पानी भरता है जमुना में, तब जो है पानी यहाँ से गुजरता है और वहाँ पर उस सॉइल के अंदर कई सारे अब ग्रीन ट्रिब्यूनल के ऑर्डर्स हैं इसके खिलाफ आपके। और दूसरी बात जो उठाई गई कि ये बताइए कि अपने आर्मी को एक प्राइवेट फंक्शन को फैसिलिटेट करने के लिए किस तरीके से अब 2 पॉन्टून ब्रिज बने हैं जमुना के ऊपर. അതേസമയം കർഷകർ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായും കുടിയൊഴിപ്പിക്കപ്പെട്ടു. കുടിയൊഴിപ്പിക്കപ്പെട്ട കർഷകർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൃശൂർ വാഴച്ചാലിൽ സ്വകാര്യത്തോട്ടം ഏറ്റെടുത്ത വനംവകുപ്പിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. പെരുന്തറ എസ്റ്റേറ്റിന്റെ 90 ഏക്കർ തോട്ടം ഏറ്റെടുത്ത വാഴച്ചാൽ DFOയുടെ നടപടിയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് റദ്ദാക്കിയത്. തോട്ടമുടമകൾക്ക് തിരികെ നൽകാനും കോടതി ഉത്തരവിട്ടു. തോട്ടമുടമ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തോട്ടം ഏറ്റെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി വനംവകുപ്പിന്റെ നടപടി റദ്ദാക്കിയത്. പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമായ ഇരിങ്ങാലക്കുട ക്രെഡിറ്റ്സ് ആൻഡ് ലീസിംഗ് കമ്പനിയുടെ 4 പുതിയ ബ്രാഞ്ചുകൾ തൃശൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂർക്കഞ്ചേരിയിലും തൃശൂർ ശക്തൻ നഗറിലും ആരംഭിച്ച ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു. പഴയന്നൂരിലെ ബ്രാഞ്ച് K രാധാകൃഷ്ണൻ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ചലച്ചിത്ര താരവും ICL ബ്രാൻഡ് അംബാസിഡറുമായ മുകേഷ് ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. പെരുമ്പിലാവിൽ ആരംഭിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മുകേഷാണ് നിർവഹിച്ചത്.